അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. നൂഹ് നബിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അള്ളാഹു ഈ ലോകത്തേക്ക് നിയോഗിച്ച അമ്പിയാക്കളിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ക്ഷമയുടെയും ത്യാഗത്തിൻ്റെയും നേർരൂപമായിരുന്നു മഹാനായ നൂഹ് നബി. എത്രയോ കഷ്ടതകൾ അനുഭവിച്ച്, അതൊരു ചെറിയ കാലമല്ല കേട്ടോ, 950 കൊല്ലത്തോളം അല്ലാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ അവസരം കിട്ടിയ ഒരു മഹാനായ നബിയുടെ പേരാണ് നൂഹ് നബി. 40 വയസ്സായപ്പോൾ പ്രവാചക പദവി നൂഹ് നബിക്ക് അല്ലാഹു നൽകി. 950 കൊല്ലത്തെ കഥ അമ്പരപ്പോടെയും കൗതുകത്തോടെയുമല്ലാതെ ആർക്കാണ് കേട്ടിരിക്കാനാവുക? എത്രയോ ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് നൂഹ് നബിക്ക്. ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുമ്പോഴൊക്കെ ആളുകൾ മഹാനായ നബി അവറുകളെ വല്ലാതെ കളിയാക്കിയിരുന്നു. അവരുടെ പല ദുഷ്ചെയ്തികളും കാരണം പല പരീക്ഷണങ്ങളും അല്ലാഹു ആ ജനതയ്ക്ക് നൽകിയിരുന്നു എന്ന് നമുക്ക് കാണാം. മഴയില്ലാതെയായി, വെള്ളം കിട്ടാതെയായി, കൃഷികൾ നശിച്ചു തുടങ്ങി. ഇതിനെല്ലാം കാരണം നൂഹ് നബിയാണെന്ന് പറഞ്ഞ് അവർ നബിയെയും കുറ്റപ്പെടുത്തി. നൂഹ് നബി അവരോട് പറഞ്ഞു, നോക്കൂ, നിങ്ങൾക്കിതെല്ലാം നൽകിയത് ഈ ലോകം പോറ്റി പരിപാലിക്കുന്ന അല്ലാഹുവാണ്. നിങ്ങളെന്തേ അവൻ പറയുന്നത് അനുസരിക്കാത്തത്? അവൻ പറഞ്ഞ മാർഗങ്ങളിൽ നിങ്ങൾ നടന്നിരുന്നുവെങ്കിൽ റബ്ബിൻ്റെ കോപത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാമല്ലോ. നൂഹ് നബിയുടെ ഉപദേശങ്ങളെല്ലാം അവർ തള്ളിക്കളഞ്ഞു. അവർ വീണ്ടും നബിയെ പരിഹസിച്ച് സംസാരിക്കാൻ തുടങ്ങി. എന്നാണ് നൂഹേ നിന്റെ റബ്ബിൻ്റെ പരീക്ഷണം നമുക്ക് വന്നു ചേരുക? ഇനിയും സമയമായില്ലേ? പരിഹസിക്കുന്നവർക്ക് മുമ്പിൽ നൂഹ് നബി അല്ലാഹുവിൻ്റെ മഹത്വം ഉദ്ഘോഷിച്ചു കൊടുത്തു. പരിഹാസം അതിര് കടന്നപ്പോൾ അല്ലാഹു നൂഹ് നബിയോട് ഒരു കപ്പൽ നിർമ്മിക്കാൻ വഹി നൽകി. അല്ലാഹുവിൻ്റെ നിർദ്ദേശത്തോടെ നൂഹ് നബി കപ്പൽ നിർമ്മിക്കാൻ തുടങ്ങി. ആളുകൾ വീണ്ടും കളിയാക്കിച്ചിരിയും തുടങ്ങി. കപ്പലോ? അതെന്താണ്? അവരുടെ ഓരോ കളിയാക്കലിൻ്റെ മുമ്പിലും നൂഹ് നബി ശാന്തമായി ആ പരിഹാസത്തെയൊക്കെ നേരിട്ടു. എല്ലാം നിങ്ങൾ നേരിട്ട് കണ്ടോളൂ. ചിലരുടെ പരിഹാസം ഇങ്ങനെയായിരുന്നു, നബിയുടെ പണിയൊക്കെ നിർത്തി ഇപ്പോൾ ആശാരിപ്പണി തുടങ്ങിയോ? എല്ലാ പരിഹാസങ്ങളെയും തൃണവൽഗണിച്ച് മുന്നോട്ടു പോയി. ഇൻഷാ അല്ലാഹ് റബ്ബിൻ്റെ ശിക്ഷ വരും. ഒരു ധിക്കാരിക്കും അത് തടയാനാവില്ല. നൂഹ് നബി അവർക്ക് മറുപടി നൽകി. അപമാനകരമായ ശിക്ഷ ആർക്കാണ് ലഭിക്കുക എന്ന് കാണാം. പലകകളും ആണികളും ഉപയോഗിച്ച് കപ്പൽ നിർമ്മാണം തുടങ്ങി. 3 തട്ടുള്ള ആ കപ്പലിൽ ഒരു തട്ടിൽ 1 വർഷത്തേക്കുള്ള ഭക്ഷണ സാമഗ്രികൾ ഒരുക്കപ്പെട്ടു. ഒരു തട്ടിൽ മൃഗങ്ങളെയും ജീവികളെയും ഇണകളായി ശേഖരിച്ചു വെച്ചു. മേൽക്കൂര മരത്തടി കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. വെളിച്ചം കിട്ടാൻ കിളിവാതിലുകളുണ്ടായിരുന്നു. കപ്പൽ നിർമ്മാണം കഴിഞ്ഞപ്പോൾ വീണ്ടും പരിഹാസങ്ങൾ തുടങ്ങി. അല്ല നൂഹേ, ഈ കപ്പൽ കരയിലാണോ ഓടുക, അതല്ല വെള്ളത്തിലാണോ? എവിടെയാണിവിടെ വെള്ളമുള്ളത്? പരിഹാസം വീണ്ടും അതിരു കടന്നു. നബിയെ അനുസരിച്ചവർ മുഴുവൻ കപ്പലിൽ കയറി. അനുസരിക്കാത്തവരൊക്കെ മാറി നിന്നു. ആ കൂട്ടത്തിൽ നബിയുടെ ഭാര്യയും ഒരു മകനുമുണ്ടായിരുന്നു. അവർ പരിഹാസക്കാരുടെ കൂടെയാണ്. അല്ലാഹുവിൻ്റെ അലംഘനീയമായ വിധി വന്നു. ശിക്ഷ ഇറങ്ങി. പെട്ടെന്നാണത് സംഭവിച്ചത്. നൂഹ് നബിയുടെ അനുയായികളും മക്കളും റൊട്ടി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള ആളുകൾ മുഴുവൻ കപ്പലിൽ കയറിയിട്ടുണ്ട്. അടുപ്പിൽ നിന്ന് വെള്ളം കുത്തിയൊലിക്കുകയാണ്. ലോകത്തിങ്ങനെ ഒരു അത്ഭുതം മുമ്പുണ്ടായിട്ടുണ്ടോ? അടുപ്പിൽ നിന്ന് വെള്ളം ഉറവ പൊട്ടുന്നു. ആകാശം കറുത്തിരുണ്ടു. എല്ലാവരും കപ്പലിൽ കയറി. കപ്പലിൽ കയറാത്തവർ മുഴുവനും ഭയചകിതരായി നിൽക്കുന്നുണ്ട്. മഹാനായ നൂഹ് നബി കൻആൻ എന്ന് പറയുന്ന തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ മെല്ലെ വിളിച്ചു, മോനെ കൻആൻ, മോനിങ്ങ് കപ്പലിലേക്ക് വാ. മോനെ രക്ഷപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല, എല്ലാം തകർന്നു വീഴും. കൻആൻ പറഞ്ഞു, ഞാൻ ഉയരമുള്ള മലയുടെ മുകളിൽ കയറി നിൽക്കും. നൂഹ് നബി പറഞ്ഞു, മോനെ, നിന്നെ എന്നല്ല ലോകത്തൊരാളെയും രക്ഷപ്പെടുത്താൻ
സർവാദിനാഥനായ റബ്ബിനല്ലാതെ കഴിയില്ല. ആ വാക്കുകളൊന്നും തന്നെ മകൻ ചെവികൊണ്ടില്ല. കൂട്ടുകാരെ, നൂഹ് നബിയും ആ കപ്പലിൽ കയറിയ ബാക്കിയുള്ളവരെയും മാത്രം അല്ലാഹു രക്ഷപ്പെടുത്തി. ബാക്കിയുള്ളവർ മുഴുവനും നാമാവശേഷമായി. നമുക്കൊക്കെ അല്ലാഹുവിനനുസരിച്ച് അവൻ്റെ മാർഗത്തിൽ നന്മ ചെയ്യാൻ തൗഫീഖ് ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ മറ്റൊരു കഥയുമായി നമുക്ക് കാണാം കൂട്ടുകാരെ. അസ്സലാമു അലൈക്കും.